എൻ്റെ ലേ ലഡാക്ക് ട്രിപ്പിലെ 7ാമത്തെ ദിവസമായിരുന്നു ഇന്ന്. ശ്രീനഗറും അതേപോലെ ഗുൽമാർഗും ചുറ്റാനായിരുന്നു പ്ലാൻ. സ്വിസ് ഹോട്ടലിൽ നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള ഷാലിമാർ ബാഗ് മുഗൾ ഗാർഡനിലേക്കാണ് ആദ്യം പോയത്. ദാൽ തടാകത്തിൻ്റെ കരയിലാണ് ഈ മുഗൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണാധികാരിയായിരുന്ന ജഹാംഗീർ ആണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നൂർജഹാൻ്റെ സ്മരണയ്ക്കായി ഈ പൂന്തോട്ടം നിർമ്മിച്ചത്. ശ്രീനഗറിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ദൂരമാണ് ഗുൽമാർഗിലേക്കുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 8852 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പ്രദേശമാണിത്. ശ്രീനഗറിൽ നിന്നും ഗുൽമാർഗിലേക്ക് പോകുമ്പോൾ താൻമാർഗ് എന്ന സ്ഥലം വരെ സാധാരണ കാഴ്ചകളായിരുന്നു. എന്നാൽ താൻമാർഗ് മുതൽ ഗുൽമാർഗ് വരെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. താൻമാർഗിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട് ഗുൽമാർഗിലേക്ക്. പൈൻ മരങ്ങളും ചെറിയ കോടമഞ്ഞുമായി വ്യത്യസ്ത കാഴ്ചാനുഭവമാണ് അവിടെ കാണാൻ സാധിച്ചത്. പോകുന്ന വഴിയിൽ അത്യാവശ്യം ട്രാഫിക്കും കാണാൻ സാധിച്ചിരുന്നു. സഞ്ചാരികൾ ഈ സമയങ്ങളിൽ കൂടുതലുണ്ടാവുമെന്ന ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞത് ഓർക്കുന്നു. ശ്രീനഗറിലെ സ്വിസ് ഹോട്ടലിലായിരുന്നു ഞാൻ താമസിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ. നല്ല ഭംഗിയും വൃത്തിയുമുള്ള ഹോട്ടലായിരുന്നു സ്വിസ് ഹോട്ടൽ. അതേപോലെ വളരെ സ്നേഹത്തോടെയാണ് ഹോട്ടൽ ജീവനക്കാരും പെരുമാറിയിരുന്നത്. നമ്മൾ ഏത് പ്രദേശത്ത് ചെന്നാലും ആ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ പ്രദേശത്തെ ആളുകളുമായി അടുത്തിടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും മാത്രമാണ്. ഹോട്ടലിനടുത്തുള്ള ചെറുകടയിൽ നിന്ന് സംസാരിക്കുന്ന ചെറുപ്പക്കാരോടൊപ്പം ഞാനും കുറച്ച് സമയം ചെലവഴിച്ചു. ചർച്ച ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. കാശ്മീരിലെ സ്ഥിതിഗതികൾ അവിടുത്തെ താമസക്കാരോട് ചോദിച്ചു മനസ്സിലാക്കുക എന്നായിരുന്നു ലക്ഷ്യം. എൻ്റെ മനസ്സിൽ ഞാൻ പകർത്തിവെച്ച കാശ്മീർ ചിത്രം മാറ്റാനും ഈ ചർച്ചയിലൂടെ സാധിച്ചു. നഗരങ്ങളിലെ കാശ്മീരികളെക്കുറിച്ചും കുറച്ച് ഉള്ളേരിയിൽ താമസിക്കുന്ന കാശ്മീരികളെക്കുറിച്ചും തീവ്രവാദവുമായി എങ്ങനെ കാശ്മീരികൾ ബന്ധപ്പെടുന്നുവെന്നും പണമാണ് എല്ലാത്തിനും കാരണമെന്നും അവസാനം അറിയാൻ കഴിഞ്ഞു. ശ്രീനഗറിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ദൂരമാണ് ഗുൽമാർഗിലേക്കുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 8852 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പ്രദേശമാണിത്. പൂക്കൾ നിറഞ്ഞ മേട് എന്നാണ് ഗുൽമാർഗിനർത്ഥം. ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല താമസ സ്ഥലമായിരുന്നു ഗുൽമാർഗ്. कैसे इसमें रखो पाऊँ इसमें. ओके जंप. ठीक है. ओके रोक नहीं है. ओके नहीं. अभी नहीं. ओके ऊपर करो थोड़ा. लुली खेल हो गया. एक मिनट ये भी थोड़ा ओके करो. नीचे हाँ इतना होगा. हो गया. ये दोनों रहें टाइट. ओके ओके टाइट में. राइट लेफ्ट राइट लेफ्ट राइट. ओह साउंड रहता है. ये दोनों ब्रेक टाइट रुक जाता है. ये दोनों ऐसे तो रुक जाएगा. ठीक है लूज करेगा तो जाएगा. घोड़ा अच्छा है. सुपर है. ऊपर कहाँ है?
जोर से इधर तो बैठ चुकी है ऊन वो क्या हो गया? इसका मन नहीं कर रहा है वापसी का इधर ओके गुड राइडिंग थोड़ा आराम डर होता है, आराम से जाएगा। डर खत्म हो जाएगा अभी എൻ്റെ ലേ ലഡാക്ക് ട്രിപ്പ് 2019 ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 11 വരെയായിരുന്നു. ആ സമയത്ത് ജമ്മു കാശ്മീർ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനമായിരുന്നു. ആ കാലയളവിൽ തന്നെ പോകാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ പോയി വന്ന് ഏകദേശം 2.5 മാസത്തിന് ശേഷം 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയായി മാറിയത്. ജമ്മു കാശ്മീരും പിന്നെ ലഡാക്കുമാണ് ആ യൂണിയൻ ടെറിട്ടറികൾ. ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ശ്രീനഗർ, മെയ് മുതൽ ഒക്ടോബർ വരെ. അതുപോലെ തന്നെ മഞ്ഞുകാലത്തെ തലസ്ഥാനമാണ് ജമ്മു, നവംബർ മുതൽ ഏപ്രിൽ വരെ. വ്യത്യസ്തതരം വിനോദ പരിപാടികൾ ഗുൽമാർഗിലുണ്ട്. അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഗോണ്ടോള ലിഫ്റ്റ്. ഗുൽമാർഗിൽ പോകുന്നവർ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. പക്ഷേ ഞാൻ ഗോണ്ടോള ലിഫ്റ്റിന് പകരം കുതിര സഫാരിയാണ് ചെയ്തത്. രണ്ടും വ്യത്യസ്തതരം കാഴ്ചാനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി പോകുമ്പോൾ ഗോണ്ടോള ലിഫ്റ്റിൽ പോകണം. ആ ആകാശ കാഴ്ച കാണുവാൻ കാത്തിരിക്കുന്നു. ये फर्स्ट पॉइंट है भाई, ये फर्स्ट पॉइंट फर्स्ट पॉइंट है इसमें। 7 स्प्रिंग है 7 स्प्रिंग ओके 7 स्प्रिंग इधर 7 जगह से पहले पानी निकलता है। फर्स्ट पॉइंट गोंडोला പച്ചപ്പ് നിറഞ്ഞ അതിർത്തിയും ശാന്തമായ കാലാവസ്ഥയും മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെ മനോഹരമായ സൗന്ദര്യവും കൂടിയാവുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തിയ അനുഭൂതിയാണ് ഏതൊരു യാത്രക്കാരനും ഉണ്ടാവുന്നത്.
ശ്രീനഗറിൽ നിന്നും സോനാമാർഗിലേക്കുള്ള വിശേഷങ്ങളാണ്. തീർച്ചയായും എല്ലാവരും കാണുക.